പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെഷീൻ ഉപയോഗിച്ച് തന്നെ എങ്ങനെയാണ് ഈസി ആയിട്ട് ബട്ടണും ബട്ടൺ ഹോളും സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇതാണ് എൻ്റെ അടുത്തുള്ള മെഷീൻ. ഇതിൽ സെറ്റിങ്സ് ആണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പം നമുക്ക് എവിടെയാണോ ബട്ടൺ സ്റ്റിച്ച് ചെയ്യേണ്ടത് അവിടെ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഒരു ബട്ടൻ്റെ രണ്ട് സൈഡിലും ഓരോ മാർക്കിംഗ് കൊടുക്കുക. എന്നിട്ട് ആ മാർക്കിംഗ് ചേർത്തിട്ട് നമുക്കൊരു ലൈൻ വരച്ചെടുക്കാം. ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ഫൂട്ട് നമുക്ക് ഈ മെഷീൻ്റെ കൂടെ തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ ഇതാണ് ആ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ഫൂട്ട്. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റിച്ച് ലെങ്ത്ത് 0-നും 1-നും ഇടയിലാക്കി വെക്കണം. ടെൻഷൻ ഞാൻ 4-ൽ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഒരു ലെങ്ത്തിലാണ് നമുക്ക് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പം ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ഫൂട്ട് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാം. അതിന് ശേഷം നമുക്ക് നമ്മൾ വരച്ച ലൈൻ ഉണ്ടല്ലോ ഇതിൻ്റെ തൊട്ട് താഴത്തായിട്ട് നമുക്കിതാ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ വെക്കാം. ഇത് കാണുന്ന രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വെക്കുക. ഈ കാണുന്നത് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യാനുള്ള സെറ്റിങ്സ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ 1-ൽ വെക്കണം. 1-ന് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് ലെഫ്റ്റ് സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. താഴെ വരെ നമ്മൾ താഴത്തെ ഒരു ലൈൻ വരച്ചില്ല, അവിടം വരെ. താഴത്തെ ആ ലൈനിൻ്റെ അടുത്ത് എത്തുമ്പോൾ നമ്മൾ സെലക്ഷൻ മാറ്റണം. ഈ സെൻറ്ററിൽ കാണുന്നതുണ്ടല്ലോ അതിൽ വെക്കണം. അപ്പോൾ അത് താഴത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും. അപ്പോൾ അതിൽ വെച്ചിട്ട് താഴത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. താഴത്തെ ഒരു 2-3 സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും സെലക്ഷൻ മാറ്റണം. ഇനി മൂന്നാമത്തേതിൽ വെക്കുക. മൂന്നാമത്തേതിൽ വെക്കുമ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് മുകളിലോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി മുകളിൽ എത്തിക്കഴിയുമ്പോൾ മുകളിൽ നമ്മൾ വരച്ച ലൈൻ ഉണ്ടല്ലോ അവിടെ എത്തിക്കഴിയുമ്പോൾ വീണ്ടും സ്റ്റിച്ച് സെലക്ഷൻ ആ സെൻറ്ററിലുള്ളതിൽ എടുക്കണം. അപ്പോൾ അതിൻ്റെ ടോപ്പ് പാർട്ടിൽ 2-3 സ്റ്റിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മൾ ആ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമുക്കിത് ഊരിയെടുക്കാം. അതിന് ശേഷം നൂലെല്ലാം കട്ട് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ ചെയ്ത് എടുത്തില്ലേ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കൊടുക്കുകയാണ് വേണ്ടത് ബട്ടൺ അതിനുള്ളിലേക്ക് കൂടെ പോകാൻ. അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലെ ഒരു പിന്ന് കുത്തി വെച്ചിട്ട് നമ്മുടെ അടുത്ത് സീം റിപ്പർ ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് ഈ നൂലിൽ തട്ടാതെ സെൻറ്ററിലേക്ക് കൂടെ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ബട്ടൺ ഹോള് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ എടുത്തിരിക്കുന്ന ബട്ടൺ ഇതിലൂടെ കറക്റ്റായിട്ട് കയറി പോകുന്നുണ്ട്, കണ്ടില്ലേ? ബട്ടൺ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫൂട്ടാണിത്. ഇത് നമ്മൾ മെഷീൻ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ഇനി ബട്ടൺ സ്റ്റിച്ച് ചെയ്യാനുള്ള സെലക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സ്റ്റിച്ച് ലെങ്ത്ത് ഞാൻ 2-ൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സിക്സാക് സ്റ്റിച്ചാണ് വേണ്ടത്. അപ്പോൾ സിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടെൻഷൻ ഞാൻ 4-ൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ബട്ടൺ സ്റ്റിച്ച് ചെയ്യാനുള്ള ഈ ഫൂട്ട് ഇവിടെ ഇട്ട് കൊടുക്കാം. ആ ഫൂട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റും കൂടി ഇതിൽ ചെയ്യാനുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ ചെറിയ പല്ല് പോലെ കാണുന്നില്ലേ അതിന് ഫുഡ് ഡോഗ് എന്നാണ് പറയുക. അത് നമ്മൾ കുറച്ച് താഴ്ത്തി വെക്കണം ബട്ടൺ സ്റ്റിച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ അത് താഴ്ത്തി വെക്കാൻ വേണ്ടി ഇതുപോലെ ഊരി മാറ്റിയിട്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ലിവർ കാണാം നമുക്ക്. ആ ലിവർ നമ്മൾ റൈറ്റ് സൈഡിലോട്ടേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ ഫുഡ് ഡോഗ് താഴത്തോട്ടേക്ക് പോയിക്കോളും. ഈ ലിവർ പതുക്കെ താഴത്തോട്ടേക്ക് താത്തിയിട്ട് റൈറ്റ് സൈഡിലോട്ടേക്ക് ഒന്ന് തള്ളി കൊടുത്താൽ മതി. അപ്പോൾ അത് അവിടെ റൈറ്റ് സൈഡിലോട്ടേക്ക് മാറിയിട്ട് അവിടെ സ്റ്റക്കായി നിന്നോളും. അപ്പോൾ നമ്മളെ ഫുഡ് ഡോഗ് കുറച്ച് താഴ്ന്ന് കിട്ടും. കണ്ടില്ലേ? ഇതാ ഇപ്പോൾ ആ പല്ല് പോലത്തെ സാധനം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല, കുറച്ച് താണിട്ടാണുള്ളത്. ഇനി നമുക്ക് ബട്ടൺ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾക്ക് എവിടെയാണോ ബട്ടൺ സ്റ്റിച്ച് ചെയ്യേണ്ടത് അവിടെ നമ്മൾ തുണിയിൽ ബട്ടൺ സെറ്റ് ചെയ്തിട്ട് ഈ ഫൂട്ടിൻ്റെ അടിയിലായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ വെക്കണം. അതിന് ശേഷം നമ്മൾ ഈ റൈറ്റ് സൈഡിൽ നമുക്ക് ഈ സൂചി പൊക്കവും താക്കവും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡയലുണ്ടല്ലോ അത് ഒന്ന് പതുക്കെ തിരിച്ചിട്ട് ആ ഹോളിൻ്റെ അകത്തേക്ക് തന്നെ സൂചി കയറി പോകുന്നില്ലേ നോക്കണം. റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ മാറിയാൽ സൂചി പൊട്ടിപ്പോവും. അപ്പോൾ കറക്റ്റായിട്ട് ആ ഹോളിൽ നിൽക്കുന്ന രീതിയിൽ ഒന്ന് കുത്തി നോക്കുക. ആ റൈറ്റിലുള്ള ഡയൽ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൂചി ഇതിനകത്തേക്ക് കയറി പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ കറക്റ്റായിട്ട് ആ സൂചിയുടെ ബട്ടൺ ഹോളിൻ്റെ ഉള്ളിലേക്ക് തന്നെ ആ സൂചി പോകുന്ന രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാം.
എന്നിട്ട് ജസ്റ്റ് ഒന്ന് ആ ഡയൽ തിരിച്ചിട്ട് സൂചി ആ ഹോളിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് കുത്തുക. എന്നിട്ട് വീണ്ടും ഡയൽ തിരിച്ചിട്ട് അടുത്ത ഹോളിൽ തന്നെ സൂചി പോകുന്നുണ്ടോ എന്ന് നോക്കുക. നമ്മൾ സിക്സാഗ് സ്റ്റിച്ചിലാണ് വെച്ചിട്ടുള്ളത്. അവിടെ നമുക്ക് തിരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് അതിൻ്റെ ലെങ്ത്ത് കറക്റ്റാക്കി വെക്കാൻ പറ്റും. അപ്പോൾ രണ്ട് സൈഡിലും കറക്റ്റായിട്ട് വീഴുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ സാധാരണ പോലെ പെഡൽ ചവിട്ടി കൊടുക്കുക. അപ്പം കറക്റ്റ് സ്റ്റിച്ചിങ് വന്നോളും. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി ഞാൻ സ്ലോ ആയിട്ട് കാണിക്കുന്നതാണ് കേട്ടോ. ഇത് സാധാരണ നമ്മൾ കൈകൊണ്ട് ഒരു ബട്ടൺ സ്റ്റിച്ച് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കൊരു ഷർട്ടിലൊക്കെ വേണ്ട എല്ലാ ബട്ടണും മെഷീൻ വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു 6-7 സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നൂല് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ബട്ടണും ബട്ടൺ ഹോളും നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.